പ്രിയപ്പെട്ട മുത്ത് മോമിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അഅതൈതു ഉമ്മത്തി ഖംസത അശിയാ ലം തുഅതി ലി അഹദിൻ ഖബ്ല. ഒരാൾക്കും കൊടുക്കാത്ത, ഒരാൾക്കും ഇന്നവരെ കൊടുക്കാത്ത 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെ എന്റെ ഉമ്മത്തിന് അല്ലാഹു നൽകിയിട്ടുണ്ട് സ്വഹാബ. ഇന്നവരെ ഒരു പ്രവാചകന്മാർക്കും അല്ലാഹു നൽകിയിട്ടില്ല സ്വഹാബ. ഇന്നവരെ ഒരു പ്രവാചകന്മാർക്കും അല്ലാഹു നൽകിയിട്ടില്ല. മഹാനായ അബൂ ബശർ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതലേ കഴിഞ്ഞു പോയ പ്രവാചകന്മാരില്ലേ, ഒരു പ്രവാചകന്മാർക്കും അല്ലാഹു നൽകാത്ത 5 പ്രധാനപ്പെട്ട മഹത്വങ്ങള് എന്റെ ഉമ്മത്തിന് അല്ലാഹു നൽകിയിട്ടുണ്ട് സ്വഹാബ. അറിവിന്നിലാവ കുടുംബങ്ങൾ ഇത് എഴുതി വെക്കണോ. മുത്തുനബിയുടെ സമുദായത്തിന് മാത്രം, മുത്തുനബിയുടെ ഉമ്മത്തിന് അല്ലാഹു നൽകിയ 5 മഹത്വങ്ങൾ ഏതാണെന്നറിയോ? 5 മഹത്വങ്ങൾ ഏതാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. അൽ-അവ്വലു ഒന്ന് ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമളാന യൽറല്ലാഹു ഇലൈഹിം ബിർറഹ്മാ വമൻ നളറല്ലാഹു ഇലൈഹി ബിർറഹ്മാ ലാ യുഅദ്ദിബു ബഅദഹു അബദാ, ലാ യുഅദ്ദിബു ബഅദഹു അബദാ. എഴുതി വെക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, പവിത്രമായ റമളാൻ എന്നാൽ, പരിശുദ്ധമായ റമളാൻ ആഗതമായി കഴിഞ്ഞാൽ യൻറല്ലാഹു ഇലൈഹിം, അല്ലാഹു അവനെ നോക്കുന്നതാണ്. നോമ്പ് നോറ്റൊരു പെണ്ണിനെ, നോമ്പ് നോറ്റ ഒരു ആണിനെ, നോമ്പ് നോറ്റ ഓരോരുത്തരെയും യൻറല്ലാഹു ഇലൈഹിം ബിർറഹ്മാ, അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കുന്നതാ, അല്ലാഹു കരുണയുടെ നോട്ടം നോക്കുന്നതാണ്, റഹ്മത്തിന്റെ നോട്ടം നോക്കുന്നതാണ് സ്വഹാബ. ആർക്കെങ്കിലും ഒരാൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം ലഭിച്ചു കഴിഞ്ഞാൽ, ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ആണിനോ പെണ്ണിനോ, ഏതെങ്കിലും ഒരു ഭാര്യ ഭർത്താക്കന്മാർക്കോ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം ലഭിച്ചു കഴിഞ്ഞാൽ ആരംഭ റസൂലുള്ള പറയുകയാണ്, ലാ യുഅദ്ദിബുഹു ബഅദഹു അബദാ. പിന്നവന് പേടിയില്ല സ്വഹാബ, പിന്നവന് നരകം പേടിയില്ല, പിന്നവന് ഖബർ പേടിയില്ല, പിന്നവന് ദുനിയാവിലൊരു പേടിയും വേണ്ട സ്വഹാബ, പിന്നെ ദുനിയാവിൽ അവനൊരു പേടിയും വേണ്ട സ്വഹാബ. അവന് ഞാൻ പട്ടിണിക്കിടൂല്ല, അവൻ കഷ്ടപ്പെടേണ്ടി വരില്ല, അവൻ പ്രയാസപ്പെടേണ്ടി വരില്ല, അവന് സങ്കടങ്ങൾ ഉണ്ടാകൂല. ഈ ദുനിയാവിൽ ഞാൻ അവനെ കഷ്ടപ്പെടുത്തൂല, ഈ ദുനിയാവിൽ ഞാൻ അവനെ കഷ്ടപ്പെടുത്തൂല. ലം യുഅദ്ദിബുഹു അബദാ ബഅദഹു അബദാ. പിന്നവൻ റാഹത്തോടെ മരിക്കാം, പിന്നവൾക്ക് ഈമാനോടെ മരിക്കാം. ലാ യുഅദ്ദിബുഹു അബദാ. പിന്നെ ഒരിക്കലും അവന്റെ ഖബറിൽ അവനക്ക് അദാബില്ല, ഖബറിന്റെ ഭയാനകമായ അദാബിൽ നിന്ന് അല്ലാഹുവിനെ കാക്കുന്നതാ, ഖബറിന്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്ന് അല്ലാഹു അവനെ കാക്കുന്നതാണ്. പക്ഷേ എന്ത് വേണോ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നമുക്ക് ലഭിക്കണോ? അത് എല്ലാവർക്കും ലഭിക്കൂല പ്രിയപ്പെട്ടവരെ. ആരാണ് റഹ്മത്തിന്റെ നോട്ടം ലഭിച്ചവരാരാ? അത് എല്ലാവർക്കും അല്ലാഹു നൽകുന്ന കാര്യമല്ല. റഹ്മത്തിന്റെ നോട്ടം, അല്ലാഹുവിന്റെ നോട്ടം എങ്ങോട്ടാണ്? ഇലൽ ഖുലൂബ്, അത് ഹൃദയത്തിലേക്കാണ്. മനുഷ്യ, എന്റെയും നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. പെങ്ങളെ, എന്റെയും നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. ചെറുപ്പക്കാരാ, എന്റെയും നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. നമ്മുടെ ഹൃദയത്തിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം വരുന്നത്. നമ്മുടെ മനസ്സിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം വരുന്നത്. നമ്മുടെ ഖൽബിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം വരുന്നത്. എന്നിട്ടോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
തങ്ങൾ പറയുകയാണ്, ആ കൽബിലേക്ക് അല്ലാഹു നോക്കുമ്പോ ആരുടെ കൽബിലേക്കാണ് നബിയെ നോക്കുന്നത്? നബിയെ, റമദാനാകുമ്പോ എല്ലാവരുടെ കൽബിലേക്ക് അല്ലാഹു നോക്കുമോ നബിയെ? ഇല്ല സ്വഹാബാ. ആരുടെ കൽബിലേക്കാണ് നോക്കുന്നതെന്നറിയോ? മനസ്സിലെ കിബിറില്ലാത്തവരുടെ കൽബാണ് സ്വഹാബാ. വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. റമദാനായിട്ടും പിണക്കം മാറ്റാത്തവരുണ്ടോ? റമദാനായിട്ടും സലാം പറയാ മടിച്ചു നിൽക്കുന്നവരുണ്ടോ? റമദാനായിട്ടും സലാം അടക്കാ മടിച്ചു നിൽക്കുന്നവരുണ്ടോ? റമദാനായിട്ടും പൊരുത്തപ്പെടിപ്പിക്കാ ബാക്കിയുള്ളവരുണ്ടോ? റമദാനായിട്ടും മാപ്പ് ചോദിക്കാ ബാക്കിയുള്ളവരുണ്ടോ? പരിശുദ്ധ റമദാനായിട്ട് മാപ്പ് ചോദിക്കാത്തവരാരാ? പൊരുത്തപ്പെടിപ്പിക്കാത്തവരാരാ? പരസ്പരം സലാം പറയാത്തവരാരാ? പരസ്പരം മിണ്ടാത്തവരാരാ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അവർ അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം ലഭിക്കൂല. കാക്ക് റബ്ബേ, ഞങ്ങളെ കാക്ക് അല്ലാഹ്. അറിവിന്നിലാവ കുടുംബങ്ങളെ കാക്ക് അല്ലാഹ്. അതുകൊണ്ട് സ്നേഹം കൊണ്ട് ഉസ്താദ് നിങ്ങളോട് പറയുകയാ, ഈ കൂട്ടത്തിലെ, ഈ ഇരിക്കുന്ന കൂട്ടത്തിലെ റമദാൻ നിലാവ് കേൾക്കുന്നവനെ എനിക്കറിയാം, നിങ്ങൾ റമദാൻ നിലാവിന്റെ മുന്നിൽ വന്നിരിക്കും. അത്രയും നിങ്ങൾക്ക് ഇഷ്ടമാണ് ഈ മജ്ലിസിനെ, അത്രയും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് ഇൽമിന്റെ മജ്ലിസിനെ. അല്ലാഹുവേ, അതുകൊണ്ട് റമദാൻ നിലാവ് കേൾക്കുന്ന ഏതെങ്കിലും ഒരു ഉമ്മ പ്രിയപ്പെട്ട ഭർത്താവിനോട് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ വിളിച്ച് നിങ്ങളെ മാപ്പ് ചോദിക്കണം ഉമ്മ. ഏതെങ്കിലും ഒരു ബാപ്പ ഭാര്യയോടെ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭാര്യയോടെ ഇന്ന് തന്നെ മാപ്പ് ചോദിക്കണം ബാപ്പാ. കടകളിലും കവലകളിലും കടകളിലും ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും വാഹനങ്ങളിലും ഇരുന്നവണ്ട് ആരെങ്കിലും ചെറുപ്പക്കാരാ അറിവിന്നിലാവ് കേൾക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ മോനെ, ഇന്നത്തെ ദിവസം തന്നെ നീ മാപ്പ് ചോദിക്കണം മോനെ. ഏതെങ്കിലും ഭർത്താവിനോട് പിണങ്ങി നിൽക്കുന്ന പെണ്ണുണ്ടെങ്കിൽ പെണ്ണേ, ഈ പവിത്രമായ മജ്ലിസ് സാക്ഷിയാക്കി പറയുകയാ, നിങ്ങൾ നോക്കുന്ന നോമ്പുണ്ടല്ലോ, നിങ്ങൾ അനുഷ്ഠിക്കുന്ന നോമ്പുണ്ടല്ലോ, അത് അല്ലാഹു കബൂലാക്കണമെങ്കിൽ പൊന്നുമോളെ ഭർത്താവിനോട് മാപ്പ് ചോദിക്കണം മോളെ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഭാര്യയോട് പിണങ്ങി നിൽക്കുന്നവന് മജ്ലിസിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഭാര്യയോട് മാപ്പ് ചോദിക്കണം ചെറുപ്പക്കാരാ. മിനിയാന്ന് കൊണ്ടോട്ടിയിൽ നിന്നൊരു സഹോദരി വന്നു, ഉസ്താദേ എന്റെ ആങ്ങളെ എന്നോട് മിണ്ടുന്നില്ല, എന്റെ ആങ്ങളെയും എന്റെ ഭാര്യ അവന്റെ ഭാര്യയും എന്നോട് മിണ്ടുന്നില്ല, അവരറിവിന്നിലാവിന്റെ മജ്ലിസ് കേൾക്കുന്നവനാണ് ഉസ്താദ്, ലൈവിലെന്ന് പറയോ ഞങ്ങൾക്ക് മിണ്ടണമെന്നുണ്ട്, പേടിയാകുന്ന ഉസ്താദേ, ഞങ്ങൾക്ക് സലാം പറഞ്ഞ് മിണ്ടണമെന്നുണ്ട് ഉസ്താദേ, ഞങ്ങൾക്ക് വേണ്ടി ഉസ്താദ് ലൈവിലെന്ന് ദ്വാരന് തരുമോ റബ്ബേ? പേര് ഞാൻ പറയുന്നില്ല. പ്രിയപ്പെട്ട പെങ്ങളെ, എത്ര വലിയ തെറ്റാണെങ്കിലും എത്ര വലിയ പ്രശ്നമാണെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാ മനസ്സ് കാണിക്കുമോളെ, വിട്ടുവീഴ്ച ചെയ്യാ മനസ്സ് കാണിക്കുമോനെ. കള്ള് കുടിച്ചവർക്ക് അള്ള വിട്ടുവീഴ്ച ചെയ്തില്ലേ? വ്യഭിചരിച്ചവർക്ക് തൗബ അള്ള സ്വീകരിച്ച് വിട്ടുവീഴ്ച ചെയ്തില്ലേ? തെറ്റ് ചെയ്തവരെ റബ്ബിനോട് മാപ്പ് ചോദിക്കുമ്പോ അള്ളാഹു അവർക്ക് പൊരുത്തു കൊടുക്കുന്നില്ലേ? പിന്നെ എന്തിനാ മനുഷ്യര് തമ്മിലെ പകകള്? പിന്നെ എന്തിനാ മനുഷ്യന് തമ്മിലെ ദേശങ്ങള്? പിന്നെ എന്തിനാ മനുഷ്യന് തമ്മിലെ അകൽച്ചകള്? പിന്നെ എന്തിനാ മനുഷ്യര് തമ്മിൽ തെറ്റിക്കഴിയുന്നത്? പിന്നെ എന്തിനാ അയൽവാസികളെ പിണങ്ങിക്കഴിയുന്നത്? പിന്നെ എന്തിനാ പാര പണിയുന്നത്? പിന്നെ എന്തിനാ മോശമായി
കമന്റ് എഴുതുന്നത്? പിന്നെ എന്തിനാ മോശമായി തെറി വിളിക്കുന്നത്? പിന്നെ എന്തിനാ മോശമായിട്ട് പറഞ്ഞു നടക്കുന്നത്? പിന്നെ എന്തിനാ പാര പണിഞ്ഞു നടക്കുന്നത്? പിന്നെ എന്തിനാ ഇല്ലാത്ത കളവ് പറഞ്ഞു നടക്കുന്നത്? പിന്നെ എന്തിനാ മറ്റുള്ളവന്റെ ന്യൂനത അന്വേഷിക്കുന്നത്? പിന്നെ എന്തിനാ മോശപ്പെട്ട ഫോട്ടോസുകൾ ഷെയർ ചെയ്ത് മോശപ്പെട്ട പ്രചരണങ്ങൾ നടത്തിയിട്ട് മറ്റുള്ളവരുടെ ഈമാനവാനം നഷ്ടപ്പെടുത്തുന്ന രൂപത്തില് എന്റെ മുസ്ലിം സമൂഹമേ എന്തിനാ നമ്മൾ അധപതിച്ചു പോകുന്നത്? ഈ നോമ്പൊക്കെ ആർക്ക് വേണ്ടിയാ? ഈ പട്ടിണി കിടക്കൽ ആർക്ക് വേണ്ടിയാ? കച്ചവടം കിട്ടാൻ വേണ്ടി കളവ് പറഞ്ഞ് കച്ചവടം നടത്തണോ? അടുത്തുള്ള കടയിൽ നഷ്ടം വരാൻ വേണ്ടി അവന്റെ കടയെ കുറിച്ച് നിങ്ങൾ എന്തിനാ കുറ്റം പറയുന്നത്? മറ്റുള്ളവനേക്കാൾ നിങ്ങളെ ഉഷാറാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉഷാറാവാമല്ലോ. പിന്നെ എന്തിനാ മറ്റുള്ളവനെ തരം താത്തിയിട്ട് ഇല്ലാത്തത് പറഞ്ഞിട്ട് വേദനിപ്പിക്കുന്നത്? എന്തിനാ? ഭാര്യയുടെ അടുക്കൽ ഒരു തെറ്റ് വന്നു എന്ന് കരുതിയിട്ട് അവളോടല്ലടാ നീ തിരുത്തേണ്ടത്. അതെന്തിനാ ലോകം മുഴുവനും കൊട്ടിപ്പാടുന്നത്? സോഷ്യൽ മീഡിയയിൽ ലൈവ് വന്നിട്ട് സ്വന്തം ഭാര്യക്കെതിരെ അപവാദങ്ങൾ പറയുന്നത് എന്തിനാ? സ്വന്തം ഭർത്താവിന്റെ ന്യൂനതകൾ മറ്റുള്ളവരോട് വിളിച്ചു പറയുന്നത് എന്തിനാ? സ്വന്തം മരുമക്കളടുക്കൽ വന്ന പിഴവുകൾ അയൽവാസികളോട് പറയുന്നത് എന്തിനാ? മരുമകൾക്ക് ഭക്ഷണം വെക്കാൻ അറിയാത്തത് കുടുംബക്കാരോട് മുഴുവനും വിളിച്ചു പറയുന്നത് എന്തിനാ? അമ്മായിമ്മന്റെ അടുക്കൽ വന്ന തെറ്റുകള് എന്തിനാ മോളെ നിന്റെ വീട്ടിൽ പോയി നീ പറയുന്നത്? എന്തിനാ മോളെ നിന്റെ കുടുംബങ്ങളോട് നീ പറയുന്നത്? പരസ്പരം ന്യൂനതകളില്ലാത്ത മനുഷ്യരാരാ? പരസ്പരം തെറ്റുകളില്ലാത്ത മനുഷ്യരാരാ? പരസ്പരം പിഴവുകളില്ലാത്ത മനുഷ്യരാരാ? മലക്കുകളല്ലേ തെറ്റ് ചെയ്യാത്തത്? മലക്കുകളല്ലേ പാപം ചെയ്യാത്തത്? മനുഷ്യരാകുമ്പോ തെറ്റുകുറ്റങ്ങൾ വരുമല്ലോ. ഏറ്റവും നല്ല മനസ്സിന്റെ ഉടമയാരാണ്? അത് മാപ്പ് കൊടുക്കാനുള്ള മനസ്സിന്റെ ഉടമകളാ. അതുകൊണ്ട് പവിത്രമായ റമദാനിലാവിന്റെ ഒന്നാമത്തെ സുദിനത്തിലെ സ്നേഹം കൊണ്ട് ഉസ്താദ് നിങ്ങളോട് പറയുകയാ, സ്നേഹം കൊണ്ട് മാത്രം നിങ്ങളോട് പറയുകയാ, ആരോടും അകന്ന് കഴിയണ്ട. പെണ്ണേ, അറിയുന്നില്ലാവെ കേൾക്കുന്ന മോളെ, നിന്റെ ഇക്കാക്ക് നീ ഒന്ന് ഫോൺ വിളിക്കുമോളെ. ഇക്കാ നമുക്ക് അവരോടൊന്ന് സലാം പറയാലോ. മിനിയാനേ അപ്പേ ഒരു സഹോദരനും അവന്റെ ഭാര്യയും ഇവിടെ വന്നു. ഇന്നലെ ഞാനത് മജ്‌ലിസിൽ പറഞ്ഞിരുന്നു. ഉസ്താദേ, 8 വർഷമായി ഞങ്ങൾ അകന്ന് കഴിയുകയാണ്. 8 വർഷമായി ഞങ്ങൾ അകന്ന് കഴിയുകയാണ്. ഞങ്ങളെ മനസ്സുകൊണ്ട് തീരുമാനിച്ചതാണ് ഇനി ഞങ്ങൾ പോകൂല എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചതാണ്. അറിവിന്ദിലാവ് കേട്ടപ്പോ നെഞ്ച് തകർന്നു പോയി ഉസ്താദേ. ആ പെണ്ണ് വന്നിട്ട് പറയാ, എന്റെ ഇക്കാന്റെ കൂടെ എനിക്ക് ഇനി ജീവിക്കാൻ കഴിയൂല എന്ന് ഞാൻ ഉറച്ച് തീരുമാനിച്ചതാ. പക്ഷേ മജ്‌ലിസ് കേട്ടപ്പോ എന്റെ മനസ്സിന് പേടിയായി ഉസ്താദേ. ആ ഭർത്താവും ഇന്നലെ വന്നിരുന്നു. അൽഹംദുലില്ലാഹ്, ഇനി മരണം വരെ ഈ ബന്ധം നിലനിൽക്കാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞേ. അല്ലാഹുവേ, യതീം മക്കളുടെ വീടൊരുക്കുന്നതിലേക്ക് സംഭാവനയും തന്നിട്ടാണ് അവര് പിരിഞ്ഞു പോയത്. അങ്ങനെ മാറ്റം വരണം മോളെ, അങ്ങനെ മാറ്റം വരണം ചെറുപ്പക്കാരാ. ആരെയാ നമ്മളെ കാത്തിരിക്കുന്നത്? അസ്റാഹീല് വന്ന തൊണ്ടൻകുയിൽ എന്ന റൂഹിനെ കൊണ്ടുപോകുന്നത് വരെ നമുക്ക് ഓനോട് മിണ്ടാ മടിയാ, ഓളോട് പറയാ മടിയാ. ഞാൻ എങ്ങനെയാ ഓനോട് സലാം പറയാ? ഞാൻ എങ്ങനെയാ ഓളോട് മിണ്ടാ? ഓള് ഇങ്ങോട്ട് വരട്ടെ, ഓൻ ഇങ്ങോട്ട് വരട്ടെ. ആരാണ് മരിക്കുന്നതെന്നറിയൂല. അതുകൊണ്ട് മടങ്ങാ, റമദാനിലാവിലൂടെ മടങ്ങാ. പിണക്കമില്ലാത്ത ദിവസത്തിലേക്ക് മടങ്ങാ, അകൽച്ചയില്ലാത്ത ദിവസത്തിലേക്ക് മടങ്ങാ, തെറ്റുകളില്ലാത്ത ലോകത്തേക്ക് നമുക്ക് മടങ്ങാ, വൈരാഗ്യങ്ങളില്ലാത്ത ലോകത്തേക്ക് നമുക്ക് മടങ്ങാ, പാരകളില്ലാത്ത ലോകത്തേക്ക് നമുക്ക് മടങ്ങാ, പണി കൊടുക്കാത്ത ലോകത്തേക്ക് നമുക്ക് മടങ്ങാ. നിങ്ങളെ മനസ്സൊന്ന് ക്ലിയർ ആക്കിയേ. ആ മനസ്സിലേക്കാണ് ഇലാ അവരെ
കൽബിലേക്കാണ് റബ്ബിന്റെ നോട്ടം തരുന്നത്. നല്ല തലപ്പാവുണ്ട്, നല്ല വസ്ത്രമുണ്ട്, നല്ല വാച്ചുണ്ട്, നല്ല മോതിരമുണ്ട്, നല്ല വസ്ത്രം ഞാൻ അണിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്റെ കൽബ് മോശമായ റബ്ബിന്റെ നോട്ടം എനിക്ക് കിട്ടൂല. പ്രിയപ്പെട്ടവരെ, എത്ര നല്ല വസ്ത്രം ധരിച്ചാലും എത്ര നല്ല വേഷമണിഞ്ഞ് നടന്നാലും കൽബ് മോശമായാൽ ലാ യൻദുറുല്ലാഹു ഇലൈഹിം നളറത്തുർ റഹ്മത്തിന്റെ നോട്ടം കിട്ടൂല, റഹ്മത്തിന്റെ നോട്ടം കിട്ടൂല. അതുകൊണ്ട് തീരുമാനിക്കുക, പിണങ്ങി നിൽക്കുന്ന അയൽവാസി ഇൻഷാ അല്ലാഹ് ഞാൻ നോമ്പ് തുറക്കാ വിളിക്കുന്നുണ്ട്. പിണങ്ങി നിൽക്കുന്ന കുടുംബക്കാരെ ഞാൻ നോമ്പ് തുറക്കാ വിളിക്കുന്നുണ്ട്. അവരും അറിവിൻ നിലാവ് കേൾക്കുന്നവരാണ്, നിങ്ങളും റമളാൻ നിലാവ് കേൾക്കുന്നവരാണ്. അതുകൊണ്ട് മിണ്ടണോ, പരസ്പരം സലാം പറയണോ, ഒരു ഹായ് വിടണോ, ഒരു പൂവ് വിടണോ, ഒന്ന് കൈ കൊണ്ട് ആക്ഷൻ കാണിക്കണോ, ഒന്ന് സലാം പറയണോ. അല്ലാ, പിണങ്ങി നിന്ന് അന്ന് ബ്ലോക്ക് ചെയ്ത വാട്സപ്പ് അൺബ്ലോക്ക് ചെയ്തിട്ട് സലാം പറയൂ. ചെറുപ്പക്കാരാ, നിന്റെ കൂട്ടുകാരന് നീ ബ്ലോക്ക് ചെയ്തു പോയില്ലേ? പെങ്ങളെ, നിന്റെ കുടുംബക്കാരിയെ നീ ബ്ലോക്ക് ചെയ്തു പോയില്ലേ? അതുകൊണ്ട് ബ്ലോക്ക് ചെയ്തത് അൺബ്ലോക്ക് ചെയ്ത് സലാം പറഞ്ഞ് മിണ്ടണം കൂട്ടുകാരാ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും അൺബ്ലോക്ക് ചെയ്തിട്ട് മെസ്സേജ് ഇടണട്ടോ. അങ്ങനെ ചെയ്യണ്ട. ബ്ലോക്ക് ചെയ്തതൊക്കെ അൺബ്ലോക്ക് ചെയ്തിട്ട് ഹായ് വിടാനും പൂ വിടാനും പറഞ്ഞ് ഞൈമ കൂടണ്ട. അതെന്താ പറഞ്ഞത്? അത് കുടുംബക്കാർ തമ്മിലാണ്. അല്ലാതെ ഓ അങ്ങനെ സ്വീപ്പാക്കി ഇങ്ങനെ മെസ്സേജ് ചെയ്തപ്പോ ബ്ലോക്ക് ചെയ്ത് പറഞ്ഞിട്ടില്ല അൺബ്ലോക്ക് ചെയ്തണേ, അതല്ല പറഞ്ഞത്. കുടുംബക്കാര് തമ്മിൽ തെറ്റി നിൽക്കുന്നത്, അയൽവാസികൾ തമ്മിൽ തെറ്റി നിൽക്കുന്നത്, കൂട്ടുകാര് തമ്മിൽ തെറ്റി നിൽക്കുന്നത്, ആ തെറ്റി നിൽക്കുന്നത് നിങ്ങൾ പരസ്പരം മിണ്ടാ എന്നുള്ളതാണ്. ചിലപ്പോ നേരിട്ട് ചെന്ന് സലാം പറയാൻ മടിയുണ്ടാവും. അങ്ങനെ വരണം. ഓ കണ്ടില്ലേ, ഓ സലാം പറയുമ്പോ ഓ എങ്ങനെയുണ്ട്, ഇങ്ങോട്ട് തന്നെ വന്നില്ലേ, അങ്ങനെയൊന്നല്ല. അപ്പൊ അങ്ങനെ നേരിട്ട് ചെന്ന് മടിയിലോലെ എന്ത് ചെയ്യാം, വാട്സപ്പില് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ആണ് ആണിന്, പെണ്ണ് പെണ്ണിന്. മനസ്സിലായോ? ഓൽക്കാണ് ഒരു പൂ ഇട്ട് കൊടുക്കേണ്ടത്, ആണ് ആണിന്, പെണ്ണ് പെണ്ണിന്. അപ്പോ ആ കൽബിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം കിട്ടും. എന്നിട്ടോ അപ്പൊ ഒന്നായിട്ടോ 5 കാര്യങ്ങളിലും ഒന്നായി. എഴുതിയൊക്കെണ്ടങ്ങള് എഴുതിയൊക്കെണ്ടോ? എഴുതിയൊക്കെണ്ടോ? സത്യം പറഞ്ഞോളെ, നമ്മള് കഷ്ടപ്പെട്ട് ഹദീസുകളും കാര്യങ്ങളൊക്കെ കമന്റ് കാണും. ഏതൊക്കെയുണ്ടോ നോക്കട്ടെ. ഇല്ല ഉണ്ട്, ഇല്ല ഉണ്ട്, ആ ഓക്കെ ഉണ്ട്, ഇല്ല ഇല്ല ഉണ്ട്, ഉണ്ട് ഉണ്ട് ഉണ്ട്, ഇല്ല ഇല്ല ഇല്ല. അത് പറ്റൂല, എഴുതി വെക്കണം. കുറെ ഉണ്ട്, കുറെ ഇല്ല, കുറെ ഉണ്ടില്ല, പേനില്ല. സുബ്ഹാനല്ലാഹ്. ഇതിപ്പോ മാഷോട് പറയണ മറുപടിയാണ്, പേനില്ല, പേന കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ ഇവിടെ പറയില്ലേ? അതൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ച കാലത്ത് പറഞ്ഞു കഴിഞ്ഞില്ലേ? പേനല്ല, പേനയിൽ മഷിയില്ല, ഫില്ലറില്ലാത്ത പേനേറ്റി വരും. എന്നിട്ട് ഇങ്ങനെ മാഷ് എഴുതാൻ പറയുമ്പോൾ മടി ഉണ്ടായിട്ട് ഫില്ലറില്ലാത്ത പേന ഉണ്ടാവും. എന്നിട്ട് ആരുടെ 2 പേനുള്ളത് ഇല്ലേ? അങ്ങനെ കാര്യമില്ലേനോ? ഏയ് അങ്ങനെ കാര്യമില്ലേനോ? നിങ്ങളോട് ചോദിക്കണം, ഇവിടെ നോക്കി ഇല്ലേ 2 പേനുള്ളത് അല്ലേ? ചില ആളുകൾ 2 പേന കൊണ്ടുവരും. എന്നിട്ട് ചില ആളുകൾ പേന ഉണ്ടെങ്കിൽ പേന തരൂല്ല, ഒരു വല്ല സ്റ്റാറായിട്ട് ഇങ്ങനെ ഇരിക്കും ചെയ്യും. എന്റെ മഷി തീരും പറയും, എന്റെ മഷി തീരും, എനിക്ക് പേന വേണ്ട, വലിയൊരു ഇത്താരം. ചില ആളുകൾ പേന ഒന്നും കൊണ്ടുവരില്ല. എന്നിട്ട് അടുത്ത 2 പേനല്ലേ ചോദിക്കും. 2 ആനല്ല 2 പേനല്ല തരയിക്കും. അന്നൊക്കെ പഠിക്കുന്ന കാലത്ത് 2 പേന ഇല്ലവന് ഓഹ് മാഷാ അല്ലാഹ് 2 പേന. ചില ആളുകളെ പേനം ഉണ്ടാവും 4ഉം 5ഉം ഫില്ലർ, ഒന്ന് ചോപ്പ്, ഒന്ന് പച്ച, ഒന്ന് നീല, ഒന്ന് കറുപ്പ്. അതൊക്കെ കൊണ്ടുവരാണെങ്കിൽ ഓൻ ക്ലാസ്സിലെ സ്റ്റാറാ. അപ്പൊ ഈ ക്ലാസ്സിലെ സ്റ്റാർ ആരാ? എഴുതി വെക്കുന്ന ആളാണ്. എഴുതി വെക്കണോ കേട്ടോ? എഴുതി വെക്കണം. എഴുതി വെക്കാൻ ഞാൻ പറ്റൂല. അപ്പൊ അത് പോട്ടെ, അത് വിഷയം അവിടെ എത്തുമ്പോ ഞാൻ പറഞ്ഞുതരാം. കുറെ ചീർപ്പിക്കാൻ നിന്നാ പിന്നെ പറ്റേ ചിരിച്ചു പോകും. അപ്പൊ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. ഇത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. രാത്രിയൊക്കെ ഉറങ്ങാതെ കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. രാത്രിയൊക്കെ ഇന്നലെ 2-2:30 ഉറങ്ങിയപ്പോ. കാരണം ഇന്ന് റമദാൻ നിലാവിന് പറയാൻ മേറ്റർ ഉണ്ടാക്കണം. ഒന്ന് മാത്രം പോരല്ലോ, എന്ന് ദിവസം വേണ്ടേ? അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് ഹദീസുകളും കാര്യങ്ങളൊക്കെ നോക്കി എഴുതി ഉണ്ടാക്കണതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്.
രാവിലെ ഇന്ന് 10 മണിക്ക് കോഴിക്കോട് നമ്മുടെ സബ്ദുസ്താദിന്റെ നൂറെ റമദാനിലെ ക്ലാസ് എടുത്തിട്ട് ആ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അവിടെ ക്ലാസ് കഴിഞ്ഞു. ഒരു ക്ലാസ് 10 മണി മുതൽ രാവിലെ ഉച്ചവരെ കോഴിക്കോട് സഹായിയിൽ അവിടെ കുറേ ആളുകൾ ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അള്ളാഹുൽക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളൊക്കെ സഹായിക്ക് നല്ല സംഭാവന എടുക്കണം. ഞാനവിടുന്ന് പോന്നപ്പോൾ നമ്മുടെ സഹായിയുടെ പ്രിയപ്പെട്ട പ്രവർത്തകര് നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ ഒരുക്കാണ്. 1,00,000 രൂപ ഓരോ ദിവസവും ചെലവാകാണ്. ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾക്കും അവിടെ വരുന്ന വാഹന യാത്രക്കാർക്കൊക്കെ നോമ്പ് തുറക്കാനും അത്താഴം ഉണ്ടാക്കാനും ഇപ്പോൾ തന്നെ അങ്ങനെ പണിയാണ്. നിരന്തരം പ്രവർത്തകർ അങ്ങനെ പണിയിലാണ്. ഷംസുക്ക് റഹീംക്ക് അതൊക്കെ കൊണ്ടുപോയി കാണിച്ചെന്ന്. അള്ളാഹുൽക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ, ഉൽക്കൊക്കെ അല്ലാഹ് റഹ്മത്ത് ചെയ്യട്ടെ. നല്ലോണം നമ്മൾ സഹായിക്കണം. അള്ളാഹു ഖൈർ നൽകട്ടെ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ എഴുതി വെക്കണം എന്നല്ലാണ് ഉസ്താദ് പറയണത്. അപ്പൊ ഒന്നേതാണ് റഹ്മത്തിന്റെ നോട്ടം. റഹ്മത്തിന്റെ നോട്ടം അതെല്ലാവർക്കും കിട്ടൂല. ആർക്കേ കിട്ടുള്ളൂ? കൽബ് നന്നായോൽക്ക് മാത്രമേ കിട്ടുള്ളൂ. പിണക്കുണ്ടാവരുത്. ആ കൽബിൽ റഹ്മത്തിന്റെ നോട്ടം ഉണ്ടാവും. ഇനി നമ്മൾ ആലോചിക്കാം, ഇന്റെ കൽബിക്ക് റഹ്മത്തിന്റെ നോട്ടം വേണോ? ഇന്റെ കൽബിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം വേണോ? ഇന്ന് നമ്മൾ തീരുമാനിക്കാം, ഞാൻ ഇന്ന് പിണങ്ങൂല, പിണക്കം ഞാൻ മാറ്റും. എന്താ നമുക്ക് തീരുമാനിച്ചൂടെ? ഇന്ന് നോമ്പ് ഒന്നല്ലേ, തീരുമാനിച്ചൂടെ? ഒരു പിണക്കില്ലാത്ത കൽബ്. ഒരു പറയണത് അങ്ങനെ പറഞ്ഞോട്ടെ, നമ്മളത് കാര്യാക്കണ്ട. നമ്മൾ പറയും ഉസ്താദെ ഓം മിണ്ടും, ഓ പിന്നെയും അങ്ങനെ തന്നെയാണ്, ആയിക്കോട്ടെ. നമ്മളത് കാര്യാക്കണ്ട. നമ്മളെ ഭാഗം ക്ലിയർ ആക്കുക. ഓലെ അള്ളാഹു നന്നാക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, പിണങ്ങി നിന്നുകൊണ്ട് എന്താ കിട്ടാനുള്ളത്? നമ്മൾ ഈ കുറ്റം പറഞ്ഞുകൊണ്ട് എന്താ കിട്ടാനുള്ളത്? നമ്മളെ ഇബാദത്തോടെ പോകുന്നല്ലാതെ വേറെന്തെങ്കിലും കിട്ടാണ്ടായിന്നേ? നമ്മൾ ഒരാളെ കുറ്റം പറഞ്ഞു, ചിലപ്പോ ചില ആളുകൾ ചോദിക്കും, എന്താ അതിനൊന്നും മറുപടി പറയാത്തത്? നമ്മൾ എന്തിനാ മറുപടി പറഞ്ഞിട്ട് നമ്മളെ സമയം കളയുന്നത്? നമ്മളെന്തിനാ നല്ല ടൈം നമ്മൾ എന്തിനാ കളയും? നമ്മൾ ഒരാളെ കുറ്റം പറഞ്ഞല്ലോ. ഇപ്പൊ ഞാൻ ഈ മൈക്കിൽ കൂടെ ഒരാളെ കുറ്റം പറഞ്ഞ ഇപ്പോ ഇത്ര ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുമ്പോ ഞാൻ ഒരാളെ പറ്റിയ കുറ്റം പറഞ്ഞു കഴിഞ്ഞാല് ഇന്റെ ഒരു നല്ലൊരു ഇബാദത്ത് അള്ളാഹു ഓൽക്കെടുത്തു കൊടുക്കും. അതന്നെ ഉണ്ടാവുക. ഇന്റെ ഇന്നത്തെ നോമ്പ് ഒന്ന് നോമ്പുണ്ട്, ആ നോമ്പുണ്ട്. പക്ഷൊക്കെ ഭക്ഷണം കഴിച്ചോ, ആ കഴിച്ചിനി. നോമ്പ് തുറന്നോ, ആ നോമ്പ് തുറന്ന്. നിസ്കരിച്ചോ, ആ നിസ്കരിച്ചു. ഖുർആനോദി, ആ ഖുർആനോദി. റമദാൻ നിലാവ് ഇൽമു പറഞ്ഞെടുത്തോ, ആ ഇൽമു പറഞ്ഞെടുത്തു. ദിക്റല്ലേ, ആ ദിക്ർ പറഞ്ഞു. ദിക്റല്ലേ, അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ നോമ്പിന്റെ കൂലിയും പോവും, ദിക്റിന്റെ കൂലിയും പോവും, തറാവിന്റെ കൂലിയും പോവും, സ്വതക്കന്റെ കൂലിയും പോവും. ആർക്കാ പോവുക? ആരെയാണോ കുറ്റം പറഞ്ഞത് ആ കുറ്റം പറഞ്ഞവന് പോവും. അത് ഉറപ്പാണ്. ഒരു സംശയവും വേണ്ട. നിങ്ങൾ ഒരാളെ പറ്റിയിട്ട് നോമ്പ് വെച്ചിട്ട് കുറ്റം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ നോമ്പിന്റെ കൂലി ആ കിടക്കണ്, നിങ്ങളെ റാവിന്റെ കൂലി ആ കിടക്കണ്. അതൊന്നും അവിടെ നിൽക്കൂല. അതുകൊണ്ട് വെറുതെ അത് നഷ്ടപ്പെടുത്താൻ നിൽക്കരുത്. വെറുതെ സോഷ്യൽ മീഡിയയിലൊക്കെ അതും ഇതും പലതും കാണും. നല്ലത് മാത്രം കേൾക്കുക, നല്ലത് മാത്രം ചെയ്യാം, നല്ലതിനെ എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യാം. വിഷയത്തിലേക്ക് വരാം, സമയം നമുക്ക് കുറവാണ്. അപ്പൊ റഹ്മത്തിന്റെ നോട്ടം, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം ഈ റമദാനിലാണല്ലോ ലഭിക്കും. ഈ റമദാനിലാണ് അള്ളാഹു നോക്കുന്നത് റഹ്മത്തിന്റെ നോട്ടം. അത് ആർക്കെ നോക്കുള്ളൂ? ഇത് എഴുതിയേക്കണം. അള്ളാഹു ആരെ കൽബിക്കെ നോക്കുള്ളൂ? പിണങ്ങി നിൽക്കാത്തവരെ കൽബിലേക്ക് അള്ളാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കുള്ളൂ. അപ്പൊ ഇന്ന് എന്ത് മനസ്സിലായി? ഇന്നിപ്പോ റമദാൻ നിലാവിന്റെ നോട്ട്ബുക്കിൽ നിങ്ങൾ അത് എഴുതി വെച്ചു. എന്നിട്ട് നിങ്ങളെ കാലശേഷം ഒരു പേരക്കുട്ടി അല്ലെങ്കിൽ ഒരു കുട്ടി ഇതിന്റെ ഉമ്മച്ചിന്റെ പുസ്തകമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കും. അപ്പൊ ഇങ്ങനെ റമദാൻ നിലാവ് മാഷാ അല്ലാഹ്. അപ്പൊ ആ കുട്ടി ഇങ്ങനെ വായിക്കാണ്. നിങ്ങൾ എഴുതി വെച്ചത് കേട്ടോ, റമദാൻ നിലാവ്. ചിലപ്പോ റമദാൻ നിലാവ് എന്നില്ല, ചിലപ്പോ ഉമ്മാരെ എഴുതുമ്പോ അത് നുലാവ് എന്നൊക്കെ ആയിട്ടുണ്ടാവും. സംഗതി ഒക്കെ കുഴപ്പമില്ല, ഒക്കെ ഉണ്ടാവും. റമദാൻ നിലാവ്, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നല്ലവരുടെ കൽബിലേക്ക് മാത്രമേ കിട്ടുള്ളൂ. പിണങ്ങി നിൽക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം കിട്ടൂല. ഇതങ്ങനെ വായിക്കുമ്പോ റബ്ബേ, ഞാൻ എന്റെ കുട്ടികളോട് കൂട്ടുകാരോട് പിണങ്ങിണല്ലോ, ഞാൻ എന്റെ കുടുംബക്കാരോട് പിണങ്ങിക്കണല്ലോ, അത് പറ്റൂലല്ലോ. ആ പേരക്കുട്ടിയുടെ ഇൽമു പഠിച്ചില്ലേ, അതാ ഞാൻ പറഞ്ഞത് എഴുതി വെക്കാന്ന് പറഞ്ഞത്. അറിവുകളിൽ എഴുതി വെക്കുക, ഇൽമുകൾ എഴുതി വെക്കുക കേട്ടോ. എഴുതി വെക്കണം. ഞാൻ സ്നേഹത്തോടു കൂടി പറയാണ്, എഴുതി വെക്കണം. എന്റെ റമദാൻ നിലാവ് എന്ന ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കണം. എഴുതി വെക്കൂലേ? എഴുതി വെക്കണം. ഞാൻ അതിന് പേനല്ലെങ്കിൽ അതിന്റെ പേനന്റെ പൈസ ഞാൻ തരാം, നിങ്ങൾ പേന വാങ്ങിക്കോളൂ. ഇനി പേനല്ല എന്നല്ല പരാതി ആയിട്ട് വരാൻ നിൽക്കണ്ട.
ഇനി പേനല്ലാന്നല്ല പരാതിയായിട്ട് വരാൻ നിൽക്കണ്ട, എഴുതിക്കോളി കേട്ടോ, എല്ലാവരും ഇത് എഴുതാം. പഴയ കാലത്തൊക്കെ തറാവി നിസ്കാരം കഴിഞ്ഞാൽ ഇങ്ങനെ വിത്രിയ ബൈത്ത് ചൊല്ലും നമ്മുടെ വീട്ടിലൊക്കെ. വിത്രിയ ബൈത്ത് അല്ലേ, നല്ല റാഹത്താണത്, നല്ല റാഹത്താണ് വിത്രിയ ബൈത്ത് ചൊല്ലല്. നമ്മൾ കഴിഞ്ഞ റമളാനിൽ ചൊല്ലിയില്ലേ, നമുക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. കഴിഞ്ഞ റമളാനിൽ നമ്മൾ ചൊല്ലിയിരുന്നു. ഏതാണത്? റമളാൻ നിലാവിന്റെ കഴിഞ്ഞ റമളാനിൽ നമ്മൾ ചൊല്ലിയിരുന്നു. ഞാൻ ഇപ്പം എടുത്തുതരാം. കഴിഞ്ഞ റമളാൻ നിലാവില് നമ്മളത് ചൊല്ലിയിരുന്നു. എന്നൊക്കെ ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. ഓർമ്മ ഉണ്ടോ? ഒരു ബൈത്ത് ഇങ്ങനെ ചൊല്ലിയില്ലേനോ? ഞാൻ അതിന്റെ ഫസ്റ്റ് ഭാഗം മറന്നുപോയി, ഇപ്പൊ എടുത്തുതരാം. അത് മറന്നു. ഇനി നാളത്തെ മജ്‌ലിസിൽ ഇൻഷാ അല്ലാഹ് ചൊല്ലാം ട്ടോ. ആദിയമീതന ആദി ആമൈത്തെ നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സല്ലല്ലാഹ് ആദരവായ റസൂലുള്ളാഹ് ആദരവായ റസൂലുള്ളാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് തറാവി കഴിഞ്ഞിട്ട് ചൊല്ലാം ട്ടോ, വിത്രിയ ബൈത്ത്. അപ്പോ ഈ ഹദീസ്, ഈ വിഷയം മുത്തുനബിയുടെ പഠിപ്പിച്ച ഈ വിഷയം പൂർത്തിയാക്കാണ്. അപ്പൊ റഹ്മത്തിന്റെ നോട്ടം. ഇനി രണ്ടാമത്തതോ യഅ്മുറുല്ലാഹു തആലൽ മലായികത. എഴുതിച്ചോളി. റമളാനായാല് റമളാൻ മാസത്തില് അള്ളാഹു മുത്തുനബിയുടെ ഉമ്മത്തിന് നൽകുന്ന 5 നേട്ടത്തിൽ നിന്ന് ഒന്ന് നമ്മൾ പറഞ്ഞു. എന്ത്? അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം കൽബിലേക്ക് നോക്കും. അത് ആർക്ക് നോക്കും? പിണങ്ങി നിൽക്കാത്ത, കിബറില്ലാത്ത, ഹസദില്ലാത്ത, പകയില്ലാത്ത മനസ്സിലേക്ക് അള്ളാഹു നോക്കും. ഇനി രണ്ടാമത്തതോ വസാനി, രണ്ടാമത്തത് യഅ്മുറുല്ലാഹു തആലൽ മലായിക ബിൽ ഇസ്തിഗ്ഫാരി ലഹു. നോമ്പ് നോറ്റവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ, നോമ്പ് നോറ്റവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ മാലാഖമാരോട് അല്ലാഹു കൽപ്പിക്കുമെന്ന് ആദരവായ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. നോമ്പുകാരാ, നിനക്ക് അല്ലാഹു തരുന്ന മഹത്വം എത്രയാണ് മോനെ. നോമ്പുകാരികളെ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന മഹത്വം എത്രയാണ്. അല്ലാഹു മലക്കുകളോട് പറയുകയാണ്, മലക്കുകളെ നിങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക, നിങ്ങൾ അവർക്ക് വേണ്ടി മാപ്പ് ചോദിച്ചു കൊണ്ടിരിക്കുക. എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും, എത്ര വലിയ പാപങ്ങൾ ചെയ്തവനാണെങ്കിലും അല്ലാഹുവേ, മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. നോമ്പുകാരെ, ആ നോമ്പുകാർക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ അല്ലാഹു മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. എത്ര വലിയ ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പെടുത്തവർക്ക് വേണ്ടി റബ്ബിന്റെ മലക്കുകൾ പൊറുക്കലിനെ തേടുമ്പോ, ആ പൊറുക്കലിനെ തേടുന്ന ഭാഗ്യവന്മാർ നമ്മൾ ഉൾപ്പെടണമല്ലോ. അല്ലാഹുവിന് പലരും നോമ്പെടുക്കാതെ നടക്കുന്നവരുണ്ട്. പലരും ഇന്ന് നോമ്പ് നഷ്ടപ്പെടുത്തുകയാണ്. നോമിന്റെ മഹത്വം അറിഞ്ഞിട്ട് പോലെ നോമ്പ് നഷ്ടപ്പെടുത്തുന്നവരില്ലേ? നോമിന്റെ മഹത്വം അറിഞ്ഞിട്ട് പോലെ നോമ്പ് നഷ്ടപ്പെടുത്തുന്നവരില്ലേ? നോമിന്റെ ശ്രേഷ്ഠത അറിഞ്ഞിട്ട് പോലും നോമ്പ് നഷ്ടപ്പെടുത്തുന്നവരില്ലേ? നോമിന്റെ പവർ അറിഞ്ഞിട്ട് പോലും നോമ്പ് നഷ്ടപ്പെടുത്തുന്നവരില്ലേ? നോമിന്റെ മഹത്വം എന്താണെന്ന് അറിഞ്ഞിട്ട് പോലും നോമ്പ് നഷ്ടപ്പെടുത്തുന്നവർ
നടത്തുന്നവരുണ്ടല്ലോ, ഇന്നതിനൊന്നും നമ്മൾ വില കാണിക്കുന്നില്ല, ഇന്നതിനൊന്നും നമുക്ക് വില കാണിക്കുന്നില്ലല്ലോ. നോമിന്റെ മഹത്വം എന്താണെന്നറിയുന്നില്ല. ടിവിയുടെ മുന്നില്, സീരിയലിന്റെ മുന്നില്, സിനിമാ ലോകത്തിന്റെ പിന്നില് ഇന്നും ആളുകൾ ഉണ്ടെന്ന് പറയുമ്പോ അത്ഭുതകരമാണ്. അറിവിന്ദിലാവ്, റമളാനിലാവ് പോലെയുള്ള ആത്മീയ മജ്‌ലിസുകളെ ഒരുപാട് ഉസ്താദുമാരെ, ഒരുപാട് മഹാന്മാരായ ഉസ്താദുമാരും സാദാത്തീങ്ങളും നടത്തി വരുമ്പോഴും അല്ലാഹുവേ അല്ലാഹുവേ അങ്ങനെ ഏത് സമയത്തും ഇൽമ തേടാനുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോ രാവിലെകളിലും ഉച്ചനേരങ്ങളിലും വൈകുന്നേരങ്ങളിലും ഉസ്താദുമാരുടെ എല്ലാ മജ്‌ലിസുകൾ നമുക്ക് ലഭിക്കുമ്പോഴും നമ്മൾ അതിൽ നിന്നെല്ലാം പലപ്പോഴും മാറി നിൽക്കുന്നവരുണ്ട്, മാറി നിന്നിട്ട് സിനിമാ ലോകത്തേക്ക് മടങ്ങുന്നവരുണ്ട്. എന്തേ പ്രിയപ്പെട്ടവരെ നമുക്ക് സംഭവിച്ചു പോയത്? സോഷ്യൽ മീഡിയ ഒരു കാലത്ത് ഹറാമിയത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയപ്പോ, സോഷ്യൽ മീഡിയ നമ്മുടെ മക്കളെ വഴിപിയച്ചു കൊണ്ടുപോയപ്പോ, നമ്മുടെ ഉമ്മമാരെ ബാപ്പമാരെ ഹറാമിയത്തിന്റെ ചങ്ങല പൊട്ടിച്ച് ശൈത്താനിന്റെ പിന്നാലെ സോഷ്യൽ മീഡിയ ഓടിയ സമയത്ത് അത് എങ്ങനെ ദീനിന് വേണ്ടി ഉപയോഗിക്കാം, അല്ലാഹുവിന്റെ പൊരുത്തമുള്ള അറിവുകൾ പറഞ്ഞു തന്ന ഖുർആൻ ഓതി ദിക്റുകൾ ചൊല്ലി സ്വാന്തന പ്രവർത്തനങ്ങൾ ചെയ്ത് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് കേരളക്കരക്ക് മനസ്സിലായിട്ട് പോലും ഇന്ന് അതൊന്നും ഉപയോഗിക്കാതെ സിനിമാ ലോകത്തേക്ക് മടങ്ങിയവരുണ്ട്. തിരിച്ചുവാ പ്രിയപ്പെട്ടവരെ, തിരിച്ചുവാ പ്രിയപ്പെട്ടവരെ. ഹറാമിയത്തിന്റെ ലോകത്തിനും സോഷ്യൽ മീഡിയ നല്ലതിന് വേണ്ടി ഉപയോഗിക്കുന്ന ലോകത്തേക്ക് തിരിച്ചുവാ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ അറിവുകൾ നമുക്ക് ലഭിക്കാനിട്ടില്ല, വാദുകൾക്ക് കുറവില്ല, സ്വലാത്തുകൾക്കും പ്രാർത്ഥനകൾക്കും കുറവില്ല. പക്ഷേ അതൊന്നും മറിഞ്ഞിട്ട് പോലെ, പലപ്പോഴും മറിയാത്തതുപോലെ നമ്മൾ നടക്കുകയാണ്. നോമ്പിന്റെ മഹത്വം അറിഞ്ഞിട്ട് നോമ്പൊഴിവാക്കിയവരുണ്ടല്ലോ. കൂട്ടുകാരന് വേണ്ടി നോമ്പൊഴിവാക്കിയവനില്ലേ, കൂട്ടുകാരിക്ക് വേണ്ടി നോമ്പൊഴിവാക്കിയവളില്ലേ? അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. റമളാനിലെ നോമ്പെടുത്താൽ യഅ്മുറുല്ലാഹു തആലൽ മലായികത ബിൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ കൊണ്ട് അല്ലാഹു അവനെ കൽപ്പിക്കുന്നതാണ്, മലക്കുകളെ നിങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടൂ, മലക്കുകളെ നിങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടൂ, മലക്കുകളെ. ഇനിയോ, ഇനി മൂന്നാമത്തത് കാര്യമുണ്ട്, അതുകൂടി പറഞ്ഞിട്ട് നിർത്തുകയാണ്. മൂന്നാമത്തേതാണ് അന്ന റായിഹത ഫമിസ്സായിമി അത്യബൻ ഇൻദല്ലാഹി തആല മിൻ ദീഹിൽ മിസ്കീൻ. മൂന്നാമത്തെ നോമ്പുകാരൻ അല്ലാഹു ലഭിക്കുന്ന, അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ മഹത്വം, മറ്റുള്ളവർക്ക് നൽകാത്ത മറ്റൊരു മഹത്വം മൂന്നാമത്തേതാണ് എഴുതി വെക്കുക. ഒന്നെന്തേ പറഞ്ഞത്? അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം അള്ളാഹു നോക്കും, പിണങ്ങി നിൽക്കുന്നവർക്കൊഴികെ. അതിങ്ങനെ ഇടക്കിടക്ക് പറയണത്, ആരെങ്കിലും പിണങ്ങിക്കുണ്ടെങ്കിൽ ഓരോന്നും മിണ്ടാൻ വേണ്ടിയിട്ടാണ് ഇടക്കതൊക്കെ പറയണത്. അപ്പൊ ഒന്നത്. രണ്ടാമത്തേത് അള്ളാഹു അവർക്ക് പൊറുക്കലിനെ തേടാൻ മലക്കുകളെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നു. രണ്ട്. ഇനിയോ മൂന്നാമത്തേതാണ്, എഴുതി വെച്ചോളി. മൂന്നാമത്തേത് അന്ന റാഹിയത ഫമിസ്സായിമി അത്യബൽ ഇൻദല്ലാഹ്. നോമ്പുകാരന്റെ വായുടെ വാസന, നോമ്പുകാരന്റെ വായുടെ വാസന അത്യബൽ ഇൻദല്ലാഹി തആല. അത് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും സുഗന്ധമുള്ളതാ, അത് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും സുഗന്ധമുള്ളതാണ്. ഇൻദല്ലാഹി തആല മിരീഹിൽ മിസ്കി. കസ്തൂരിയുടെ വാസനയേക്കാൾ, കസ്തൂരിയുടെ വാസനയെക്കാളും മഹത്വം, കസ്തൂരിയുടെ വാസനയെക്കാളും മഹത്വമാണ് നോമ്പുകാരന്റെ വാസന. ആരെടുക്കലേ? ഇൻദല്ലാഹി തആല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആരെടുക്കല? അല്ലാഹു തആലാന്റെ അടുക്കല്.
ഇജൊന്ന് വന്നാ കസ്തൂരിന്റെ വാസന ഉണ്ടോ നോക്കിയാ എന്ന് പറഞ്ഞിട്ട് വായ തിരക്ക് അങ്ങനെ ഊതാ നിൽക്കണ്ട. അതല്ല പറഞ്ഞത്. അതിനാണ് പ്രത്യേകം പറഞ്ഞത് ഇൻദല്ലാഹി തആല, അല്ലാഹു തആലാന്റെ അടുക്കല്, അല്ലാഹു തആലാന്റെ അടുക്കൽ. ഇത് കേട്ടിട്ട് ചിലപ്പോ കസ്തൂരിയേക്കാൾ വാസന ഒന്ന് വായർന്ന അല്ലാഹുവിന്റെ അടുക്കല് അത് മഹത്വമുള്ള വാസനയാണ്, വലിയ മഹത്വമുള്ള വാസനയാണ്. അതുകൊണ്ടാണല്ലോ ഉച്ചക്ക് ശേഷം ബ്രഷ് ചെയ്യരുത്, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ എന്തിനാ? ആ ഒരു വാസന റബ്ബിന്റെ അടുക്കൽ അത്രയും വലിയ മഹത്താണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഇൻദല്ലാഹി തആല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹിന്റെ അടുക്കലാണ്. കസ്തൂരി കണ്ടില്ലേ? കസ്തൂരിക്കൊരു മഹത്തുണ്ട്. കസ്തൂരിക്കുള്ളൊരു പവർ ഞാൻ ഇപ്പൊ കണ്ട്. എന്റെ പിന്നെ യാസീനാദിന് ഉസ്താദ് ഒരു കസ്തൂരി കൊണ്ടുവന്നിരുന്നു. ഞാനത് അപ്പോഴാണ് അതിന്റെ ഒരു മഹത്വം മനസ്സിലാക്കിയത്. കസ്തൂരി അത് ശരിക്ക് കസ്തൂരി ഇങ്ങനെ പിടിച്ചിട്ട് കയ്യിൽ പിടിച്ചിട്ട് വേറെ ആളെ കൈമ പിടിച്ച് ഇങ്ങനെ ഒരുതിയാൽ മതി, ആ വാസന നമ്മളെ കൈമക്ക് വരും. മനസ്സിലായോ? കസ്തൂരി ഒരു കസ്തൂരി എന്റെ കയ്യിൽ പിടിച്ചു, എന്റെ കയ്യിൽ പിടിച്ച് കസ്തൂരി കൊണ്ട് വരുത്താതെ ഈ പുറം കൊണ്ട് വേറെ ആളെ കൈമ പുറം കൊണ്ട് ഇങ്ങനെ വരുത്തിയാൽ മതി, ആ വാസന വരും. ചെയ്തു നോക്കേണ്ടി. ഞാനത് അനുഭവിച്ചു. അത്രയും നല്ല സുഗന്ധാണ് കസ്തൂരി. അതിങ്ങനെ കയ്യിലുണ്ടായാൽ മതി, നമ്മുടെ വസ്ത്രം വരെ അതിന്റെ വാസന വരും. കസ്തൂരിയുടെ വാസന അത്രയും സുഗന്ധാണ്. അത് കയ്യിൽ പിടിച്ചാല് നമ്മൾ ധരിച്ച വസ്ത്രത്തിൽ വരെ ആ സ്മെല്ലുണ്ടാവും. അപ്പൊ അതാണ് കസ്തൂരി എന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടപ്പെട്ട, എല്ലാവരും ഇഷ്ടപ്പെടുന്ന വാസനയാണ് കസ്തൂരി. കസ്തൂരിയിലും മായം ചേർക്കുന്നതൊക്കെ ഉണ്ട്, അതും നോക്കണം. വിഷത്തിലും മായം ചേർത്തു എന്ന് പറയാം. മരിച്ചാൻ വേണ്ടിയിട്ട് വിഷം കുടിച്ചാണ്, മരിച്ചില്ല. കാരണം എന്താ? വിഷത്തിലും മായം. അതേമാതിരി അത് പറഞ്ഞവർക്ക് കസ്തൂരിയിലും ചിലപ്പോ മായം ചേർക്കലുണ്ട്. അപ്പൊ യഥാർത്ഥ കസ്തൂരി, ആ കസ്തൂരിയുടെ വാസന വല്ലാത്ത സുഗന്ധമാണ്. അതുകൊണ്ടാണ് അത്യബുൻ ഇൻദല്ലാഹി തആല മിർരിഹിൽ മിസ്കീൻ, കസ്തൂരിയുടെ സുഗന്ധത്തിനേക്കാൾ, കസ്തൂരിയുടെ വാസനയേക്കാൾ അല്ലാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നോമ്പുകാരാ നിന്റെ വാസനയാണെന്ന് മുത്തുനബി പറയുകയാ. മോളെ, നിന്റെ വായുടെ വാസനയാണെന്ന് മുത്തുനബി പഠിപ്പിക്കുകയാ. അതുകൊണ്ട് ഉച്ചക്ക് ശേഷം ഒരിക്കലും നീ പല്ല് തേക്കണ്ട, ബ്രഷ് ചെയ്യണ്ട. വാസന പോവാനാണെന്ന് പറഞ്ഞിട്ട് നീ ബ്രഷ് ചെയ്യണ്ട. അത് അത്യബുൻ ഇൻദല്ലാഹ്, അത് അല്ലാഹുവിന്റെ അടുക്കലെ ഏറ്റവും വലിയ മഹത്വമുള്ളതാണ്. റബ്ബിന്റെ അടുക്കൽ ഏറ്റവും വലിയ സ്മെല്ലാണ്, വാസനയാണ്. ആ വാസനയെ കുറിച്ചിട്ട് ഇത് മൂന്നാമത്തെ പ്രത്യേകതയാണ്. ഇങ്ങനെ 3 പ്രത്യേകതകൾ, 5 പ്രത്യേകതകളുണ്ട്. മൂന്നാമത്തെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞു തന്നത്. 1, 2, 3 പ്രത്യേകതകളും റമദാൻ നിലാവിന്റെ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കണം ഇൻഷാ അല്ലാഹ്. മറക്കല്ലേ. ഈ 3 അറിവുകളും എന്റെ അറിവിൻ നിലാവിന്റെ ഉമ്മമാരും ബാപ്പമാരും പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നിങ്ങളെ മടി കാണിച്ചു നിൽക്കരുത്. ഓരോരുത്തർക്കും ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ഓരോരുത്തരും ഈ ചരിത്രങ്ങൾ എഴുതി വെക്കണേ. ഓരോരുത്തരും ഈ 3 പ്രധാനപ്പെട്ട പോയിന്റ് എഴുതി വെക്കണം ഇൻഷാ അല്ലാഹ്. മജ്ലിസിൽ ഞാൻ ചോദിക്കും, നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ പറയേണ്ടി ഒരു ഉത്തരം. രണ്ടാമത്തെ ചോദ്യം നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ പറയേണ്ടി വരും. നിങ്ങളെ ചൂണ്ടണത് നിങ്ങളെ. അപ്പൊ ഈ 3 ചോദ്യങ്ങളും ഈ 3 കാര്യങ്ങളും നാളെ ചോദിക്കും. ഇതിന് 3നും നിങ്ങൾ ആൻസർ തരണം. ഇത് പഠിച്ചു വെക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ പറയ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചിരിക്കണ്ട, നിങ്ങളോടത് ചോദിക്കും. നാളെ എന്തായാലും ചോദിക്കും ഇൻഷാ അല്ലാഹ്. ഈ 3ന് ആൻസർ പറഞ്ഞാലാണ് ബാക്കി 2 പ്രധാനപ്പെട്ട പോയിന്റുകൾ നാളെ ഞാൻ പറഞ്ഞു തരുകയുള്ളൂ. അല്ലാഹുവേ, ഇതൊക്കെ അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണമല്ലാഹ്. ഇതൊക്കെ അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണമല്ലാഹ്. ഇതൊക്കെ അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ്. പുണ്യറമദാനിൽ ചന്ദ്രൻ വാനിൽ
വിരിഞ്ഞല്ലോ ഖുർആനിൻ മാസം നമ്മളിലായി അണഞ്ഞല്ലോ റഹ്മത്തിൻ പാപോകൾ ചൊരിഞ്ഞിടും ഓരോ ശഹറല്ലേ സ്വർഗത്തിൻ പാപോങ്ങൾ ഫത്ഹാകും ഓരോ ശഹറല്ലേ റമളാൻ തീലാവിലായി ഞങ്ങൾ നിന്നോട് തേടുന്നേ ജനലക്ഷങ്ങൾ ഒന്നായി നിന്നിൽ കൈകളെ നീട്ടുന്നേ കരുണക്കടലായ റഹ്മാനേ ഞങ്ങൾ തേടുന്നേ റഹ്മത്തെ ഓശാരെ മായി ഞങ്ങളിൽ നൽകിടണേ കരുണക്കടലായ റഹ്മാനേ ഞങ്ങൾ തേടുന്നേ റഹ്മത്തെ ഓശാരെ മായി ഞങ്ങളിൽ നൽകിടണേ റമളാൻ നീലാവിലായി ഞങ്ങൾ നിന്നോടായി തേടുന്നേ ജനലക്ഷങ്ങൾ ഒന്നായി നിന്നിൽ കൈകളെ നീട്ടുന്നേ അറിവിൻ നിലാവിന്റെ റമളാൻ നിലാവിന്റെ മജ്‌ലിസ് അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനേ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ റബ്ബേ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പവിത്രമായ മജ്‌ലിസ് കേൾക്കുന്ന മുത്ത് മുഅ്മിനീങ്ങൾ അല്ലാഹുവേ നീ അവർക്ക് ഖൈർ നൽകണേ റഹ്മാനേ നീ അവർക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ് റഹ്മത്ത് നൽകണേ അല്ലാഹ് റാഹത്ത് നൽകണേ അല്ലാഹ് സന്തോഷവും സമാധാനവും നീ നൽകണേ റഹ്മാനേ